ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു എയർപോർട്ട് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ബ്രദർ വരികയാണ് മലേഷ്യയിൽ നിന്ന് നീണ്ട ഒരു വർഷത്തിന് ശേഷം. അപ്പോൾ അവനെ പിക്കിനായിട്ട് പോവുകയാണ്. ഒരു ട്രാവലറൊക്കെയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടോ. നല്ല രസമുണ്ട് അതിനകം കാണാൻ. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നല്ല വൈബ് അടിച്ച് പോകാൻ പറ്റിയ വണ്ടിയാണ്. നല്ല വൈബായിരിക്കും. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ ആയിട്ട് നല്ല ജോളി ആയിട്ട് അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. എന്താ പറയാനുള്ളത്? പറയേ, ക്യൂട്ട്നെസ് ഇടാൻ ആരും വേണ്ടില്ല. എന്താ പറയുന്നത്? എനിക്കാ മാമ വരെയാണ് എനിക്ക് പെട്ടി പൊട്ടിച്ചൊരു സമാധാനമുള്ളൂ. പെട്ടി പൊട്ടിക്കാനുണ്ടായില്ല. അങ്ങനെ കാണുമ്പോ ഒരു റെനന്റ് ലുക്ക് ഉണ്ട്. ഈ വീഡിയോ എങ്ങാനും റെന കാണുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. നല്ല ടേസ്റ്റുള്ള ചായ. ഇത് ചൂടുണ്ടാ നോക്കണേ. വീട്ടിൽ നിന്ന് ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ കയ്യിൽ കരുതുന്ന രസമാണല്ലേ, എല്ലാവരും കൂടെ കഴിക്കാനൊക്കെ ആയിട്ട്. ടീ ബ്രേക്ക് ഗൈസ്, ടീ ബ്രേക്ക്. ആവി പറക്കണില്ലേ? ആവി എനിക്ക് മാത്രം രണ്ടില്ല. ചാപ്പിക്ക് ഇറങ്ങിയാണ്. പിന്നെ കാണിയാണ് ഉമ്മ ചായ കുടിക്കണത്. കുഞ്ഞാപ്പ അതാ നോക്കുന്നത്. ഇതിലൊരു സിനിമ കാണിയാണ് ഗൈസ്. അച്ഛൻ ഇവിടെ വീഡിയോസ് അച്ഛന് എന്താ ചായ വേണ്ടാത്ത? അച്ഛന് ചായ ഇഷ്ടമല്ല ഗൈസ്. ചായ കുടിക്കുന്ന ഉമ്മ ഗൈസ്. കവളൊക്കെ ചോന്ന് തൊട്ടിരിക്കുന്ന ഗൈസ്. നാച്ചുറൽ ബ്യൂട്ടി. ഭാഗത്ത് പാട്ടിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. വീട്ടുകാരനോട് പോകുമ്പോ ഒരു കട തന്നെ പലചരക്ക് കടയില് വണ്ടിയിലുണ്ട്. എയർപോർട്ട് തെണീക്ക് വേണം കിടക്കുന്ന. ബ്ലോക്ക് ഉണ്ടാവുന്ന കരുതിയിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് അവിടെ നേരത്തെ എത്തി. അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിലേക്ക് കയറി ബിങ്കോയും ലേസൊക്കെ അടിച്ച് കഴിച്ച് എന്നിട്ടാണ് പിന്നെ എയർപോർട്ടിലേക്ക് പോയത്. എന്താ പറയണ്ടേ? വെയിറ്റിംഗ് ആണ് ഗൈസ്. ആർക്ക് വേണ്ടി? മൈ ബ്രദർ ഷോയിബ് പോകുമ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മതിയായി. അപ്പോൾ പിള്ളേരൊക്കെ കൂടെ എയർപോർട്ടിൽ നിന്ന് ചുറ്റി കറങ്ങി കണ്ടു വന്നു ഗൈസ്. സംഭവം ബ്രദർ അവിടെ എത്തിയിട്ടുണ്ട്, ലാൻഡ് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ അവൻ്റെ ലഗേജ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 40 ആൾക്കേൻ്റെ ലഗേജ് മിസ്സിംഗ് ആണ്. അത് പിന്നീട് അവർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ പുറത്തിറങ്ങിയത്. അസ്സലാമലൈക്കും. അങ്ങനെ അവൻ പുറത്തിറങ്ങി. കൂടെ അവൻ്റെ 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. എന്താ പറയാനുള്ളത്? ഹാപ്പിയാണ് ഗൈസ്. അവൻ വന്ന സന്തോഷത്തിൽ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെ മറന്നു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. അവൻ്റെ ഒരു ഫേവറേറ്റ് സ്വീറ്റാണ് ലഡ്ഡു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അവൻ പുറത്തിറങ്ങുമ്പോൾ സ്വീറ്റൊക്കെ കുറച്ച് സ്വീകരിക്കാമെന്ന് കരുതിയിട്ട് സംഭവം അതാണെങ്കിൽ മറക്കുകയും ചെയ്തു. ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത്. ഗൈസ്, നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് എറണാകുളത്ത്. 2 മണിക്കൂറോളമായി. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. കുറേ
മലക്കുടി ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ 3 മണിക്കൂറിലേറെ ഞങ്ങളവിടെ ബ്ലോക്കിൽ പെട്ട് കിടന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഉറക്കമൊക്കെ ഇറങ്ങി അങ്ങനെ അവസാനം ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരാം. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ ഗൈസ്. പറയുന്നുണ്ടോ നമ്മളങ്ങനെ ലാസ്റ്റ് വീടെത്തി ഗൈസ്.